75 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യന് ഒരു തെറ്റും ചെയ്യാതെ 285 ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരു വാർത്ത കണ്ടിട്ടുള്ളത്. നമുക്ക് ആ ഒരു വാർത്തന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വരാം. ആലപ്പുഴ നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് ജോസഫ് പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നായിരുന്നു പരാതി. കുറ്റം ചെയ്തോന്ന് ചോദിച്ചൊന്നും ആദ്യ സംഭവം ഞാനൊരു പോലീസ് അത് തന്നെ ഞാനൊരു സാമൂഹ്യ പ്രവർത്തനം അതന്നെ എന്നെ കുറിച്ച് ആരും മറ്റു രീതി പറയുന്നില്ല. പ്രതി നിരപരാധിയാണെന്നും ആൺസുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് വീട്ടിൽ പറയുമോ എന്ന ഭയത്തിൽ കള്ളം പറഞ്ഞതാണെന്നും പെൺകുട്ടി വിചാരണ സമയത്ത് മൊഴിമാറ്റി. പക്ഷെ അപ്പോഴേക്കും ജോസഫിന്റെ ജയിൽവാസം 285 ദിവസം പിന്നിട്ടു. ട്യൂബിന്റെ വെളിച്ചവും പാൻ്റെ കാര്യം പിന്നെ കുറ്റപത്രം വായിക്കാണ്ട് ഇവിടെ കൊണ്ടുവന്നത് അന്നേരമാണ് ഞാൻ വെളിച്ചം കാണുന്നത്. 8 മാസം കഴിഞ്ഞിട്ട് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു. ആരോടും പരാതിയില്ല. പോലീസുകാരെ കുറ്റം വേണ്ട കാര്യമില്ല, മറ്റു ദിവസമായി വരുന്ന കാര്യമില്ല. അത് എന്ത് വന്നാലും നമ്മൾ അനുഭവിച്ചു. ഞാൻ ജീവിതത്തിൽ അതൊന്നും തിരിച്ചിട്ടത്തില്ല. പിന്നെ എന്നെ അറിയാവുന്ന ഇപ്പോഴാണ് എൻ്റെ പോലെ ശ്രമിക്കുന്നു. പിന്നെ എൻ്റെ മക്കളൊക്കെ എന്നോടൊപ്പം. ജീവിതം പച്ചപിടിപ്പിക്കാൻ തയ്യൽ പണി മുതൽ സെക്യൂരിറ്റി പണി വരെ ചെയ്തിട്ടുണ്ട് ജോസഫ്. 10 വർഷം മുൻപ് ക്യാൻസർ ബാധിച്ച് ഭാര്യ മരിച്ചു. അതോടെ മക്കൾക്കൊപ്പമായി ജീവിതം. ഇതിനിടെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരീക്ഷണങ്ങൾ. ആരും ഇന്ന ഒരു ഉറുമ്പിനെ പണി ഞാൻ മനസ്സിലാക്കി ചോദിച്ചിട്ടില്ല, ചതിച്ചിട്ടില്ല, എന്നെയും ചതിച്ചിട്ടില്ല. ഇത് ചതിയെന്ന് പറയാനും പറ്റില്ല. അവൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമോശം വന്നുകൊണ്ട് അവൾ അങ്ങനെ എന്റെ പേര് പറഞ്ഞാണ്, അല്ലാതെ അവൾ മറ്റും പറയുന്നതല്ല. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കാമുകനെ പ്രതിയാക്കി നോർത്ത് പോലീസ് കേസെടുത്തിരുന്നു. ഇതിന്റെ വിചാരണ അധികം വൈകാതെ ആരംഭിക്കും. ജോസഫിന് 2 വർഷം മുൻപാണ് കേസിൽ ജാമ്യം ലഭിച്ചത്. ഇപ്പോൾ കോടതി കുറ്റവിമുക്തനാക്കിയതോടെ പറഞ്ഞറിയിക്കാനാകാത്ത ആശ്വാസം. ആ മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ള വേദനയ്ക്കും അപമാനത്തിനും സമയനഷ്ടത്തിനും ഒക്കെ ആരാ മറുപടി പറയാ? ഇതിലിപ്പോ കുറ്റാരോപിതനായിട്ടുള്ള ആ മനുഷ്യന്റെ മുഖം നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് കുറ്റം ആരോപിച്ചിട്ടുള്ള ആ കുട്ടീന്റെ മുഖം ആരെങ്കിലും കണ്ടോ? ഇല്ല. അവരൊക്കെ കാണാൻ അറിയാത്താണ്. ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട്. ഇപ്പൊ നിയമമൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ നിയമങ്ങളൊക്കെ ആരാണ് യൂസ് ചെയ്യുന്നത്, ദുരുപയോഗം ചെയ്യുന്നത്? അത് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ആളുകളാണ്. ഈ ഒരു മനുഷ്യൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് പുരുഷന്മാർ ഇങ്ങനെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ പോലും ഇങ്ങനെയുള്ള സ്ത്രീ വിഷയങ്ങൾ എടുത്തിട്ട് അപമാനിക്കുന്ന ഒരു സ്ഥിതി വരെയുണ്ട്. ഈ ഷിംജിത മുസ്തഫിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ദേഷ്യം തീരോടെ നമുക്ക് ചീത്ത വിളിക്കാനെങ്കിലും അവളെ കാണാൻ പറ്റുന്നുണ്ട്. അതേ സമയത്ത് ഒരുപാട് മനുഷ്യരെ, കുടുംബങ്ങളെ ദുഃഖത്തിന്റെ കാണാകായത്തിലേക്ക് തള്ളിയിട്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊന്നും നമ്മൾ ഒരിക്കലും കാണാൻ പറ്റുന്നില്ല. നമ്മളുടെ പോലീസ് നിയമം എന്നൊക്കെ പറയുന്നത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അവരുടെ മാനത്തിനും സ്വത്തിനും ആരോഗ്യത്തിനും ഒക്കെ സംരക്ഷണം നൽകേണ്ടുന്ന ഒരു വ്യവസ്ഥയാണ്. പക്ഷെ കുറച്ച് ആളുകൾ ഇത് ദുരുപയോഗം ചെയ്യുന്നതിലൂടെ ഒരുപാട് പേര് സംശയത്തിന് മുൾമുനയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഷിംജിതന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ ആ ഒരു വീഡിയോ അങ്ങനെ പബ്ലിഷ് ചെയ്തതിലൂടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് പോസ്റ്ററുകൾ, ബസ്സിൽ സ്ത്രീ ഉണ്ട് സൂക്ഷിക്കുക, സ്ത്രീകൾ കയറുമ്പോൾ ജാഗ്രത ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പോസ്റ്ററുകൾ. അതായത് ഒരു ആൾ ചെയ്യുന്ന തെറ്റിന്റെ പുറത്ത് എല്ലാവരും ആ ഒരു നാണക്കേട് പേറേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. തെറ്റ് ചെയ്തത് ആരായിരുന്നല്ലോ, അത് ആണായാലും പെണ്ണായാലും ഒരു അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുക തന്നെ വേണം. പക്ഷെ ഒരാൾ ചെയ്ത തെറ്റിന്റെ പേരിൽ എല്ലാവരും ശിക്ഷ അനുഭവിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ആ ഒരു വെറുപ്പിന്റെ സംശയത്തിന്റെ പുറത്ത് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കടുപ്പം തന്നെയാണ്.